സാഹിത്യ അക്കാദമി നടത്തുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിൽ കുമാരനാശാന്റെ കരുണകാവ്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ വിളിച്ചത്. ജനുവരി 30-ന് നടന്ന പരിപാടിയിൽ 2 മണിക്കൂറിലധികം നീണ്ടുനിൽക്കുന്ന വിഷയാവതരണത്തിനു ശേഷം പ്രതിഫലമായി 2400 രൂപ നൽകി അപമാനിച്ചുവെന്നാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വിമർശനം. എറണാകുളത്തു നിന്ന് തൃശൂർ വരെ എത്തിയ ടാക്സി ചാർജ് അടക്കം 3500 രൂപ ചെലവായി. ബാക്കി 1100 രൂപ താൻ നൽകിയത് സീരിയലിൽ അഭിനയിച്ചു നേടിയ പണത്തിൽ നിന്നാണ്. സാഹിത്യ അക്കാദമിയിൽ അംഗമാകാനോ മന്ത്രിമാരിൽ നിന്ന് കുനിഞ്ഞുനിന്ന അവാർഡും വിശിഷ്ടാംഗത്വവും സ്വീകരിക്കാനോ ഇന്നോളം താൻ വന്നിട്ടില്ല. സാംസ്കാരിക ആവശ്യങ്ങൾക്കായി മേലാൽ തന്നെ ബുദ്ധിമുട്ടിക്കരുതെന്നും ചുള്ളിക്കാട് കുറിപ്പിൽ പറയുന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാടിനുണ്ടായ വിഷമത്തിൽ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ ഖേദം പ്രകടിപ്പിച്ചു. ബാലേന്ദ്രന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതിഫലം നൽകാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വലിയ ഖേദമുണ്ട്. എനിക്ക് തോന്നുന്നു സെക്രട്ടറിയും ഖേദമുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല. ഇത് ഓഫീസിൽ നിന്നുണ്ടായ ഒരു കാര്യമാണ്. അദ്ദേഹം ഇന്ന് രാവിലെ എനിക്ക് എഴുതിയപ്പോഴാണ്. കാരണം ഞാൻ വിളിച്ചോണ്ട് മാത്രം വന്ന ഒരാളാണ് ബാലേന്ദ്രൻ. സാറിന് അക്കാദമിയിൽ വരാറില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സങ്കടമുണ്ട് അത്തരം ഒരു സംഭവം ഉണ്ടായതിൽ. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പോസ്റ്റിനെ തുടർന്ന് സാഹിത്യ അക്കാദമിക്കെതിരെ സോഷ്യൽ മീഡിയയിലടക്കം വിമർശനം ഉയർന്നിരുന്നു. മീഡിയ 1 തൃശൂർ.